വെറുതെ കളയുന്ന ചക്കക്കുരു കൊണ്ട് നമുക്കൊന്നൊരു കറി ആയാലോ? ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് മാങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് ഈ ചക്കക്കുരു ഒന്ന് കുക്കറിലിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ ചക്കയുടെ കുരുവൊക്കെ വെച്ച് ഒരു 3 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് തുറന്നൊന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ മാങ്ങ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങയും കൂടെ ഈ ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു വിസിലും കൂടെ ഒന്ന് കേൾപ്പിച്ചെടുക്കാവേ, ഇതിലോട്ടൊന്ന് ഇട്ടതിന് ശേഷം. ഓക്കെ, ഈ മാങ്ങയും ചക്കക്കുരുവൊക്കെ വെന്ത് വരുന്ന സമയം നമുക്ക് ഒരു കൂട്ടുണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങയും ഒരല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ജീരകം, ഒരല്ലി വെളുത്തുള്ളി ഇത്രയും വെച്ചിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ഒരുപാട് അരയണ്ട, എന്നാൽ തീരെ തോരൻ അരയുന്നത് പോലെയല്ല, ഇച്ചിരി ഒന്ന് അരച്ച് എടുക്കാവേ. ഈ പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ഈ അരപ്പ് അല്ലെങ്കിൽ കൂട്ട് നമുക്ക് ഒന്ന് വേവിച്ച് വെച്ചേക്കുന്ന ഈ ചക്കക്കുരു മാങ്ങയും കൂടെ വേവിച്ച് വെച്ചേക്കുന്ന അതിലോട്ടൊന്ന് തട്ടാവേ. ഇതെല്ലാം നല്ല വെന്ത് പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടുവാണേ. പിന്നെ അല്പം മിക്സിയിലിരിക്കുന്ന എല്ലാം കൂടെ കഴുകി ഒന്ന് ഇതിലോട്ട് വെച്ചോട്ടെ. അരപ്പെല്ലാം നല്ലവണ്ണം കലക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി. നമ്മുടെ അടിപൊളി ചക്കക്കുരുവും മാങ്ങയും കൂടെ ആയിട്ടുള്ള കറി റെഡിയാവും. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കടുക് താളിക്കുകയോ വേറെ ഒന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും കൂടെ ഇട്ട് ഒഴിച്ചു കറി അല്ലെങ്കിൽ ഒരു കറി നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വെറുതെ നമ്മൾ എടുത്ത് കളയുന്ന ചക്കക്കുരു കൊണ്ട് ചക്കക്കുരു ഒരു കഷ്ണം മാങ്ങയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി കറി, ഇന്ന് മീനൊന്നും കൂട്ടാതിരിക്കുന്ന അവസരത്ത് ഒരു അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാൻ ഇത് മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ബൈ. അവസാനം ഇതിൻ്റെ കൂടെ ഒരു തുണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, അതാണ് ഉണ്ടാവുന്നത് വീണ്ടും വന്നത്. ഒരല്പം കുരുമുളക് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബൈ.